ICC ടൂർണമെന്റുകളിൽ ഓസ്ട്രേലിയയുടെ പവർ എന്താണെന്ന് ക്രിക്കറ്റ് കാണുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. നോക്കൌട്ട് റൗണ്ടുകളിലേക്ക് വരുമ്പോഴേക്ക് തങ്ങളുടെ സംഹാര രൂപമെടുക്കുന്ന അവർ എന്നും എതിരാളികളുടെ പേടി സ്വപ്നമാണ്. മറ്റു ടീമുകൾ സെമി ഫൈനൽ പോലെയുള്ള നിർണായക ദിവസങ്ങളിൽ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് കളി മറക്കുമ്പോൾ അവർ അതിനെ അതിജീവിച്ച് വിജയശ്രീലാളിതരാകും. ഇക്കണ്ട കാലയളവിൽ അവർ ഷെൽഫിലേക്ക് എത്തിച്ച 27 ICC ടൂർണമെന്റ് ട്രോഫികൾ അതിനുദാഹരണമാണ്. ഇതെല്ലാം കൊണ്ടുകൂടിയാണ് അവർക്ക് ക്രിക്കറ്റ് ലോകം മൈറ്റി എന്ന വിളിപ്പേര് ചാർത്തി കൊടുത്തതും. എന്നാൽ നമ്മൾ കേട്ടതും കണ്ടതുമായ ആ ഓസീസിനെയല്ല നമ്മൾ ഈ ലോകകപ്പിൽ കണ്ടത്. സിംബാബ്വേയോടേറ്റ തോൽവിക്ക് പിന്നാലെ ഇന്നലെ ശ്രീലങ്കയോടും തോറ്റതോടെ ഗ്രൂപ്പ് ബിയിൽ നിന്നും സൂപ്പർ 8 ബെർത്ത് വരെ ഇപ്പോൾ കങ്കാരുക്കൾക്ക് അകലെയാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഓസ്ട്രേലിയ ഇത്തവണ സൂപ്പർ 8 പോരാട്ടങ്ങൾക്കുണ്ടാകില്ല. 2009 പതിപ്പൊഴിച്ചാൽ ബാക്കി എല്ലാ പതിപ്പിലും ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് മുന്നേറിയിട്ടുള്ള ടീമാണ് ഓസീസ്. സൂപ്പർ 8 ഇല്ലെങ്കിൽ അത് ബിഗ് മാച്ചുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ക്രിക്കറ്റ് പ്രേമികൾക്ക് കൂടിയുള്ള നഷ്ടമാണ്. എന്താണ് ഓസീസ് ടീമിന് സംഭവിച്ചത്? ഈ വിധം സ്ട്രഗിൾ ചെയ്യാൻ കാരണം എന്താണ്? നോക്കാം. ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് പാകിസ്ഥാനോടുള്ള പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവിയോടെയാണ് മിച്ചൽ മാർഷും സംഘവും തുടങ്ങുന്നത് തന്നെ. എന്നാൽ പ്രധാന ടൂർണമെന്റുകൾക്ക് മുൻപേ ഓസീസിൽ നിന്നും ഇത് ഉണ്ടാകാറുള്ളതാണ്. അടപടലം ദുർബലരായ ടീമുകളോട് വരെ അവർ ചിലപ്പോൾ അടിയറവ് പറയും. അതിഭീകര ആക്ടിംഗ് എന്ന് ചിലപ്പോഴൊക്കെ ഇതിന് ക്രിക്കറ്റ് പ്രേമികൾ വിശേഷിപ്പിക്കാറുമുണ്ട്. ലോകകപ്പിനെത്തുമ്പോൾ ഹൈപ്പ് അമ്പെ കുറക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയും ഇതിനെ ചിലർ പറയാറുണ്ട്. അങ്ങനെ ദുർബലരാണെന്ന് കരുതി ഇവരോട് മുട്ടാൻ നിൽക്കുന്ന ടീമുകളോട് ഓസീസ് തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുക്കുകയാണ് പതിവ്. അങ്ങനെ പാകിസ്ഥാനുമായുള്ള 3 മത്സരങ്ങളും തോറ്റ് ലോകകപ്പിനെത്തുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ കരുതിയിരുന്നത് ഈ തിയറി ആയിരുന്നു. എന്നാൽ പരമ്പരയിലെ തോൽവി ലോകകപ്പിലേക്കും നീട്ടിയതോടെ ഒരു കാര്യം ഉറപ്പായി: ഇതൊന്നും ആക്ടിംഗ് അല്ല, റിയൽ ആണ്. T20 ക്രിക്കറ്റിലെ ഓസീസിന്റെ ദൗർബല്യങ്ങൾ പാടെ വെളിവായിരിക്കുന്നു. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ താരതമ്യേന ദുർബലരായ അയർലൻഡിനോടായിരുന്നു ഓസീസിന്റെ ആദ്യ മത്സരം. 67 റൺസിനായിരുന്നു ജയം. രണ്ടാം മത്സരത്തിൽ ആവറേജ് ടീമായ സിംബാബ്വേയോട് അവിടെ 23 റൺസിന്റെ അവിശ്വസനീയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. മുസർബാനി എന്ന സിംബാബ്വെ പേസർക്ക് മുന്നിൽ മറുപടി ഇല്ലാതെയാണ് ആ ബാറ്റിംഗ് നിര അന്ന് കൂടാരം കയറിയത്. അവിടെ നിന്നും ശ്രീലങ്കക്കെതിരെയുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ തോൽവി 8 വിക്കറ്റിലേക്ക് മാറി. എന്നും എതിർ ബാറ്റർമാരുടെ നൈറ്റ്മെയർ ആയിരുന്ന ഓസീസ് ബൗളിംഗ് ലൈനപ്പിന്റെ ഇപ്പോഴത്തെ ബലഹീനത തുറന്നു കാട്ടപ്പെട്ട മത്സരം കൂടിയായിരുന്നു ഇത്. പ്രധാന പേസർമാരായ ജോസ് ഹേസൽവുഡും പാറ്റ് കമ്മിൻസും പരിക്കേറ്റു പുറത്തായതും മിച്ചൽ സ്റ്റാർക്ക് വിരമിച്ചതും വലിയ തിരിച്ചടിയാണ് അവർക്ക് നൽകിയത്. ബിഗ് ബാഷ് ലീഗിൽ മിന്നും ഫോമിലായിരുന്ന അനുഭവ സമ്പത്തും ഏറെയുള്ള സ്റ്റീവ് സ്മിത്തിനെ 3-ാം മത്സരത്തിന് മുൻപ് കൊണ്ടുവന്നെങ്കിലും കളിപ്പിച്ചതുമില്ല. അതേസമയം മൈറ്റികളുടെ തോൽവിയിലും ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്നലത്തെ ഒരു മത്സരം നൽകിയ സന്തോഷമുണ്ട്. ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും ആരെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ള പോരാളികളായ ശ്രീലങ്കയുടെ സിംഹള വീര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശോഷിച്ച് ആർക്കും കീഴടക്കാവുന്ന ടീമായി മാറിയത് ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശയായിരുന്നു. ശ്രീലങ്കയുടെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻ സാക്ഷാൽ സനത് ജയസൂര്യയുടെ രംഗപ്രവേശം തകർന്ന് തരിപ്പണമായ ടീമിന്റെ മുഖ്യ പരിശീലകന്റെ റോളിലായിരുന്നു. ജയസൂര്യയുടെ ക്രിക്കറ്റിലെ 2ാം ഇന്നിംഗ്സ് അവരുടെ ടീമിന് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് പതിയെ അവരുടെ എവിടെയോ ചോർന്നുപോയ സിംഹള വീര്യം പൂർവാധികം ശക്തി പ്രാപിച്ച് ഇന്നിതാ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു നിൽക്കുന്നു. ശ്രീലങ്ക പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കരുത്തോടെ 2026 T20 വേൾഡ് കപ്പിലെ വിജയ കുതിപ്പ് തുടരുന്നു. ലങ്കയുടെ ഈ തിരിച്ചുവരവിന് ജയസൂര്യയുടെ റോൾ വിസ്മരിക്കാൻ സാധിക്കില്ല. ഒപ്പം ഇന്നലത്തെ ഇന്നിംഗ്സിൽ പാത്തും നിസംഗയുടെ അപരാജിത സെഞ്ചുറിയും ഫീൽഡിൽ അദ്ദേഹം തന്നെ നേടിയ ഒരു ഫ്ലൈയിങ് സ്റ്റണ്ണറും ഈ ലോകകപ്പിലെ കീ മൊമെന്റുകളായി സൂക്ഷിക്കപ്പെടും. ലോകകപ്പിന് തൊട്ടു മുൻപ് വരെ 300+ സ്കോർ പിറക്കുന്നതിനെ കുറിച്ച് സംശയലേശമൊന്നുമില്ലാതെ പറഞ്ഞിടത്തു നിന്ന് പല മത്സരങ്ങളിലും 200 തന്നെ അപ്രാപ്യമായിരിക്കുന്നു. അവിടെയാണ് കങ്കാരുക്കളെ പിച്ചി ചീന്തിയ ഒരു 3 അക്കം നിസംഗയുടെ ബാറ്റിൽ നിന്ന് പിറക്കുന്നത്. ഏതായാലും ലോകകപ്പിന്റെ ഗ്രൂപ്പ് ബിയിൽ നിന്നും തുടർച്ചയായ 3-ാം വിജയത്തോടെ ശ്രീലങ്ക സൂപ്പർ 8 കടന്നിരിക്കുകയാണ്. സിംബാബ്വേയുമായുള്ള ഒരു മത്സരം ബാക്കി നിൽക്കവെയാണ് അവർ യോഗ്യത ഉറപ്പിച്ചത്.